ചെയ്യരുതെന്ന് ആൾക്കാരെ നോക്കി ചെയ്യണം. ഒന്നുകൂടെ അയന, ഷാഹിൽ, ഋതു, അമീഷ്. ഇതിൽ സ്കൂളിൽ നല്ല പ്രവർത്തനം ചെയ്യണ ആരും നോക്കിയിട്ട് അവർക്ക് വോട്ട് ചെയ്യണം കേട്ടോ. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികില് വാക്കേറ്റം, പൊട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇരു കൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വഴി നിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. സടകുടകണ നേതാവ്, നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികില് വാക്കേറ്റം, പൊട്ടിനു വേണ്ടി നെട്ടോട്ടം. വേറെ വേറെ വഴിത്താര വേറെ വേറെ, ഒരേ ലക്ഷ്യമാണെന്നാലും ജനഭരണം. നിരത്തുന്ന വാഗ്ദാനങ്ങൾ, നിലയ്ക്കാതെ ആക്രോശങ്ങൾ, നടപ്പാണ് ഒട്ടും തേടി ദിനമേ. മണ്ഡലമോ സഞ്ചലമായി, മത്സരമോ ഉത്സവമായി. കയ്യുകളെ ഗണവോട്ടിന് പത്തര മാറ്റിലുമേറണ തീവില എന്നതറിഞ്ഞിനി സമ്മതിയേകുക. ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വഴി നിന്നിട്ടോ ജനമൊന്നായി വിധി. വളരെ പ്രധാനപ്പെട്ട വോട്ടാണ്, സ്ഥാനാർത്ഥിയുടെ വോട്ടാണിത്. നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥിയുടെ വോട്ട് ജനിപ്പിക്കുന്നത് അടുത്ത സ്ഥാനാർത്ഥി ഷാഹിൽ. നമ്മുടെ സ്വന്തം നേതാവ്, ജനനിരയുടെ പൊന്നാവ്, മാറ്റിമറിക്കണ ദുനിയാവ്. ചുവരെഴുതിയ മുന്നേറ്റം, മുന്നണി തമ്മിൽ പോരാട്ടം, വഴിയരികില് വാക്കേറ്റം, പൊട്ടിനു വേണ്ടി നെട്ടോട്ടം. ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വഴി നിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. ഇരു കൈകൂപ്പി ചിരിശി കാട്ടി വരുമെല്ലാരും, ഇടതായാലും വലതായാലും ഒരുപോലല്ലേ. വഴി നിന്നിട്ടോ ജനമൊന്നായി വിധിയേകുന്നു, ഫലമെണ്ണുമ്പോൾ അതിലൊന്നാമൻ ജനരാജാവ്. പോളിംഗ് ഓഫീസർമാരിതാ വരികയാണ്. ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വെച്ചോളൂ. വളരെ നല്ല രീതിയിൽ കർമ്മനിരതമായിട്ട് തന്നെ നമ്മുടെ പോളിംഗ് ഓഫീസർമാർ അവരെ ഡ്യൂട്ടി നിർവഹിച്ചിരിക്കുകയാണ്. യെസ്, ഗുഡ്. എന്ത് തോന്നുന്നു ഇങ്ങനൊരു ഇലക്ഷൻ ഓഫീസർമാരായിട്ട് വർക്ക് ചെയ്തതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം? അതല്ലേ, പുതിയ അനുഭവം എന്നാ? അതല്ലേ, അതെ, ശരി. അപ്പോൾ ഇനി ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? അതെ. യെസ്, ഇത്രയും പേരാണ് ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ വോട്ടവകാശം ഈ കുട്ടികൾക്ക് വിനിയോഗിക്കാനായിട്ട് അവസരമൊരുക്കി കൊടുത്തത്. അപ്പോൾ അടിപൊളിയല്ലേ മക്കളെ? അപ്പോൾ ഇന്നത്തെ എക്സ്പീരിയൻസ് എന്നൊരു വാക്കിലെ പറയാമോ അഭിജിത്ത്? യെസ്. ശ്രീലക്ഷ്മിക്ക് എന്താ പറയുന്നത്? എന്താണ് ഇന്നത്തെ അനുഭവം? നിരഞ്ജനിക്ക് പറയാം. ഇഷ്ടമായി. പോളിംഗ് ഓഫീസറായിട്ട് ഇരുന്നപ്പോൾ എന്താ തോന്നി? ഉത്തരവാദിത്തത്തെ കുറിച്ച് എന്താ പറയാ? വലിയൊരാളായിട്ട് തോന്നി അല്ലേ? വളരെ നന്നായിട്ട് തന്നെ, വളരെ ഡീസൻ്റ് ആയിട്ട് സ്വയം കുട്ടികളെയൊക്കെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരികയും പുറത്തേക്ക് വിടുകയും ചെയ്തപ്പോൾ എന്താ തോന്നിയത്? സുഖം തോന്നി അല്ലേ?
സ്വയൊക്കെ പറയണൊക്കെ കുട്ടികൾ കൃത്യമായിട്ട് അനുസരിച്ചു അല്ലേ? യെസ്. അഭിരൂപിന് എന്താ തോന്നിയത്? നല്ലൊരു അനുഭവമായിരുന്നു. ഇതൊരു അനുഭവമായിരുന്നു. ഇനി ഇങ്ങനെ വേണം നമുക്ക്. നിങ്ങൾ പോവാല്ലേ ഇവിടുന്ന്? അനാമിക എന്താ അനുഭവം? അനാമികയുടെ ഡ്യൂട്ടി എന്തായിരുന്നു അതില്? ഒപ്പ് പേര് വിളിക്കുന്നതനുസരിച്ച് സൈൻ ചെയ്യിപ്പിക്കുക അല്ലേ? നിരഞ്ജനയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? ഇങ്ക് മഷി പുരട്ടി കൊടുക്കുക അല്ലേ? ബാലറ്റ് പേപ്പർ കൊടുക്കുക അല്ലേ? ശ്രീലക്ഷ്മിയുടെ ഡ്യൂട്ടി എന്തായിരുന്നു? പേര് ലിസ്റ്റിൽ ടിക്ക് ചെയ്യുക അല്ലേ? അഭിജിത്തിന്റെ പണി എന്തായിരുന്നു? അതെ, കുട്ടികളെ പേര് വിളിച്ചാതിക്ക് വിടുക അല്ലേ? അതെ. അഭിരൂപിന്റെ പരിപാടി എന്തായിരുന്നു? ഇവിടെ കുട്ടികൾ ബഹളം വയ്ക്കുന്നത് നോക്കായിരുന്നു. സ്വയാഗ് എന്താ ചെയ്തോണ്ടിരുന്നേ? വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതെ. അപ്പൊ ഇവിടെ ബഹളമില്ലാതെ നോക്കുന്നതിൽ ഇവർ വളരെ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മൊത്തത്തിൽ എങ്ങനെ തോന്നി? യെസ്. ഓക്കെ. സടകുടകണ നേതാവ് നമ്മുടെ സ്വന്തം നേതാവ് ചെറുനിരതിന് കൊന്നാവ് മാറ്റിമറിക്കണ ദുനിയാവ്. എത്രയും സ്നേഹം നിറഞ്ഞ PTA പ്രസിഡന്റ് ജിതേഷ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സഹപ്രവർത്തകരെയും കുഞ്ഞുമക്കളെ, വളരെ സന്തോഷമുണ്ട് ടീച്ചർക്ക് നിങ്ങളെ ഈ ഒരു പ്രവർത്തനം ഇത്ര വിപുലമായിട്ട് നല്ല രീതിയിൽ നിങ്ങളെ ഒരു മന്ത്രിമാരായി കാണാനുള്ള ഒരു അവസരം ടീച്ചർക്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടുത്തെ പോകുന്ന എല്ലാ കുട്ടികളും അതുപോലെ നല്ല നേട്ടങ്ങൾ നേരിട്ടാണ് മുന്നോട്ട് പോകാൻ തയ്യാറല്ലേ? ഓക്കെ. ഷാഹിൽ എന്ന ഞാൻ വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ സ്കൂൾ ലീഡർ എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും വിദ്യാലയത്തിന്റെ അച്ചടക്കത്തിനും സത്യത്തിനും വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അമരീഷ്നാഥ് വിയാർ എന്ന ഞാൻ വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ ആരോഗ്യ കായിക മന്ത്രി എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും വിദ്യാലയത്തിന്റെ അച്ചടക്കത്തിനും സത്യത്തിനും വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. എന്ന ഞാൻ വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ കലാ സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും വിദ്യാലയത്തിന്റെ അച്ചടക്കത്തിനും സത്യത്തിനും വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഋതുദേവഗംഗ KU എന്ന ഞാൻ വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ കൃഷി മന്ത്രി എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും വിദ്യാലയത്തിന്റെ അച്ചടക്കത്തിനും സത്യത്തിനും വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. എന്ന ഞാൻ വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ ക്ലാസ് ലീഡർ എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന്റെയും എന്റെ ക്ലാസിന്റെയും നന്മയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും ക്ലാസിന്റെ അച്ചടക്കത്തിനു വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. എന്ന ഞാൻ വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ 5ാം ക്ലാസ് 6ാം ക്ലാസ് 7ാം ക്ലാസ് ക്ലാസ് ലീഡർ എന്ന നിലയിൽ ഈ വിദ്യാലയത്തിന്റെയും എന്റെ ക്ലാസിന്റെയും നന്മയ്ക്കും വികസനത്തിനും വേണ്ടി നിലകൊള്ളുമെന്നും ക്ലാസിന്റെ അച്ചടക്കത്തിനു വേണ്ടി എന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുമെന്നും ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ
ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ചുവരെഴുതിയ മുന്നേറ്റം മുന്നണി